ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ ഫൈബേഴ്സ് എന്താണെന്ന് അല്ലെ. വസ്തു നിർമ്മാണ രംഗത്ത് ഉപയോഗിക്കുന്ന നാച്ചുറൽ ഫൈബേഴ്സ്, പ്രകൃതിദത്ത നാരുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വരില്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താടാ നാച്ചുറൽ ഫൈബേഴ്സ് അല്ലെ. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നാച്ചുറൽ ഫൈബേഴ്സ് എന്തായിരുന്നു നമുക്കറിയാം. ഫ്രം ആനിമൽസ് ഉണ്ടായിരുന്നു അല്ലെ. ഫ്രം ആനിമൽസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സിൽക്ക് അല്ലെ. സിൽക്ക് വേം എന്താണ്? സിൽക്ക് വേം പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? പട്ട് അഥവാ സിൽക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഫ്രം പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് എന്ത് കിട്ടുന്നു? കോട്ടൺ അല്ലെ. കോട്ടൺ പ്ലാന്റ്സ് എന്താണ്? പരുത്തി ചെടിയിൽ നിന്ന് നമുക്ക് കോട്ടൺ കിട്ടുന്നു അല്ലെ. പരുത്തി ചെടിയിൽ നിന്ന് നമുക്ക് എന്താണ്? പരുത്തി കിട്ടുന്നുണ്ട്. അതുപോലെയോ ജൂട്ട് പ്ലാന്റ്സ് എന്താണ്? ചണച്ചെടിയിൽ നിന്ന് എന്താണ്? ചണം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ജൂട്ട് കിട്ടുന്നുണ്ട് അല്ലെ. എന്താടാ അങ്ങനെയല്ലായിരുന്നോ? ഇതാണ് നിങ്ങൾ എഴുതേണ്ട ആൻസർ. സിൽക്ക് വേംസ് അതാണ്. സിൽക്ക് വേംസ് പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് പട്ട് കിട്ടുന്നു. ജൂട്ട് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ജൂട്ട് അല്ലെങ്കിൽ ചണം കിട്ടുന്നു. കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്താണ്? പരുത്തി കിട്ടുന്നു. ഇതാണ് നാച്ചുറൽ ഫൈബേഴ്സ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെ. നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള യൂസ് ചെയ്യുന്ന ഫൈബേഴ്സ് ആണ്, നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട് കിട്ടുന്നു, പരുത്തിച്ചെടിയിൽ നിന്ന് പരുത്തി കിട്ടുന്നു, അഥവാ എന്താണ്? കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് കോട്ടൺ കിട്ടുന്നു. ജൂട്ട് അല്ലെ. ചണച്ചെടിയിൽ ജൂട്ട് പ്ലാന്റ്സിൽ നമുക്ക് എന്താണ്? ജൂട്ട് അല്ലെങ്കിൽ ചണം കിട്ടുന്നു. അപ്പൊ ഇത് നമ്മളൊരു ചോദ്യത്തിന്റെ ആൻസർ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ബൈ.